അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 20 ബുധനാഴ്ച. കള്ളപ്പണ വിവാദം, നീല ട്രോളി വിവാദം, വ്യാജ സ്പിരിറ്റ് വിവാദങ്ങൾക്ക് ശേഷം ഇരട്ട വോട്ട് വിവാദത്തിലും പരസ്യ വിവാദത്തിലും ആടിയുലയുന്ന പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഞെട്ടിച്ചതിന് പിന്നാലെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ പി സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം പാലക്കാട് മണ്ഡലത്തിൽ കളം പിടിച്ചു. ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുള്ള പാലക്കാട് മണ്ഡലം ബിജെപിയിലെ പ്രമുഖ നേതാക്കൾ വരെ ആഗ്രഹിച്ചിട്ടും ഇത്തവണ നറുക്കുവീണത് പാലക്കാടിന് ചിരപരിചിതനായ സി കൃഷ്ണകുമാറിനാണ്. കൃഷ്ണകുമാറുമായും പ്രസ്ഥാനത്തിലെ മറ്റ് നേതാക്കളുമായും ഇടഞ്ഞ ബിജെപിയുടെ പാലക്കാട്ടത്തെ പ്രമുഖ നേതാവും സംസ്ഥാന സമിതി അംഗവുമായ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് വീണ്ടും പാലക്കാടിനെ വാർത്താ താരമാക്കി. പോളിംഗ് ദിനമായ ഇന്നും പാലക്കാട് മണ്ഡലത്തിൽ ട്വിസ്റ്റുകളും വിവാദങ്ങളും ഉയരുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വീണ്ടും വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ലെന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് നാട് അംഗീകരിക്കുമോ എന്ന് പിണറായി വിജയൻ ചോദിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സ്വീകരിക്കേണ്ട നിലപാടല്ല സാദിഖ് അലി തങ്ങൾ സ്വീകരിച്ചതെന്നും വിമർശിക്കുന്നവരെ എതിർക്കുന്നത് തീവ്രവാദികളുടെ ഭാഷയാണെന്നും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും സ്വീകരിക്കുന്ന തീവ്രവാദ നിലപാടും ആ ഭാഷയും കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഫാസിസം ശ്രമിക്കുകയെന്നും പാലക്കാടും ഭിന്നിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അത് പരസ്യത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ആകാമെന്നും അത് ഫാസിസ്റ്റുകളെ സഹായിക്കുകയുള്ളൂവെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ ശബ്ദം ഉയർന്നതെന്ന് പറഞ്ഞ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഇത്തരം ചെയ്തികളെ വിമർശിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്നും പരലോകത്ത് മാത്രമല്ല ഇവിടെയും ശിക്ഷ ലഭിക്കുമെന്നും വ്യക്തമാക്കി. സന്ദീപ് വാര്യർക്കെതിരെ CPM നൽകിയ പത്രപരസ്യത്തിന് മുൻകൂർ അനുമതിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെയാണ് CPM പരസ്യം നൽകിയതെന്നും റിപ്പോർട്ട്. സമൂഹത്തിൽ വർഗീയ വേർതിരിവും സ്പർദ്ധയും വളർത്തുന്ന ഈ പരസ്യത്തിനെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും ഉൾപ്പെടുത്തിയുള്ള ഇടതുമുന്നണി പത്രപരസ്യം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി MP രാജേഷ്. മതം നോക്കി പരസ്യം നൽകിയെന്ന ആരോപണം തെറ്റാണെന്നും 4 പത്രങ്ങളിൽ പരസ്യം നൽകിയെന്നും എല്ലാ പരസ്യത്തിനും അനുമതി തേടിയിരുന്നുവെന്നും MP രാജേഷ് വ്യക്തമാക്കി. ആരോപണമുള്ളവർക്ക് പരാതി നൽകാമെന്നും ഞങ്ങൾ വിശദീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സന്ദീപ് വാര്യരെ അവമതിച്ച് CPM പത്രപരസ്യം വരെ നടത്തിയത് അവരുടെ ഗതികേട് കൊണ്ടാണെന്നും അന്തം വിട്ടവൻ എന്തും ചെയ്യുന്ന ദയനീയ അവസ്ഥയിലാണ് പാർട്ടിയെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP പ്രതികരിച്ചു. പരാജയഭീതി പാർട്ടിയെ തുറിച്ചു നോക്കുന്ന അവസ്ഥയിലാണ് CPM എന്നും എല്ലാ മര്യാദകളും മാന്യതയും ലംഘിച്ചുകൊണ്ട് CPM പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് തലേദിവസം കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം നൽകിയ സംഭവത്തിൽ LDFൽ ഭിന്നാഭിപ്രായം. പരസ്യത്തിന്റെ ഉള്ളടക്കത്തെ ന്യായീകരിച്ച് CPM രംഗത്തെത്തിയപ്പോൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പരസ്യം കൊടുക്കുന്ന നിലപാട് LDFനില്ലെന്നും CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് വ്യക്തമാക്കി. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് തനിക്കെതിരെ CPM നൽകിയ വിഷനാവ് പരസ്യമെന്ന് സന്ദീപ് വാര്യർ. കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണം നടത്തുന്ന സമയത്ത് CPMന്റെ സ്ട്രാറ്റജിസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഈ മണ്ടൻ പരിപാടി വലിയ തിരിച്ചടിയായിരിക്കുമെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യത്തിലെ വിഷയങ്ങളുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു.
ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ചട്ടം ലംഘിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകിയ പാലക്കാട്ടെ സിപിഎമ്മിന്റെ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യുഡിഎഫ് പരാതി നൽകി. യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ മരക്കാർ മാരായ മംഗലമാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്നും നാട്ടിൽ മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന നടപടിയാണ് ഇതെന്നും സംഭവത്തിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്നും പരാതിയിൽ പറയുന്നു. വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുഭരണ വകുപ്പ് അവധി പ്രഖ്യാപിച്ചെന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വത്തിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. പൂരം അലങ്കോലമായതിന്റെ പ്രധാന കാരണം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആശ്വാസമല്ലാത്ത സമ്മർദ്ദമാണെന്നും പൂരം നടത്തിപ്പുമായോ തിരുവമ്പാടി ദേവസ്വവുമായോ ബന്ധമില്ലാത്തവരെ ചർച്ചയിൽ കൊണ്ടുവന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കാനുള്ള നീക്കം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നും സംശയിക്കുന്നുണ്ട്. പൂരം അലങ്കോലമായി എന്ന് സുരേഷ് ഗോപി പ്രചരിപ്പിച്ചുവെന്നും താൻ ഇടപെട്ട് എല്ലാം ശരിയാക്കി എന്ന അസത്യ വാർത്തയും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നും ഇതെല്ലാം പൂരം അലങ്കോലമാക്കാനുള്ള ഗൂഢാലോചന നടന്നുവെന്ന് ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുനമ്പം വിഷയത്തിൽ നടത്തിയത് വിദ്വേഷ പ്രസ്താവനയെന്ന് പരാതി. സുരേഷ് ഗോപിക്കെതിരെയും ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെയും എഐവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും കലാപാഹ്വാനം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്ന് 20 ദിവസമായിട്ടും പോലീസ് മൊഴിയെടുക്കാത്തതിൽ ആശങ്കയുണ്ടെന്ന് ബിജെപി തൃശൂർ ജില്ലാ ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷ്. പാലക്കാട് തെരഞ്ഞെടുപ്പിന് വേണ്ടി മൊഴിയെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം ആരംഭിക്കാത്തതെന്ന് പോലീസിന് മാത്രമേ അറിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ബോർഡ് പരീക്ഷ സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ബോർഡ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്നും സിബിഎസ്ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വരുന്ന അറിയിപ്പുകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നിർദ്ദേശം നൽകി സിബിഎസ്ഇ. 2024-25 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസുകളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയെന്ന പ്രചാരണവും സിലബസിൽ 15% കുറവ് വരുത്തി ഓപ്പൺ ബുക്ക് പരീക്ഷയാണ് സിബിഎസ്ഇ നടത്തുകയെന്ന വ്യാജ പ്രചാരണവും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അറിയിപ്പ്. മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കും. കുറുവ സംഘാംഗം സന്തോഷ് ശെൽവത്തെ ഇവിടെ നിന്ന് പിടികൂടിയ സാഹചര്യത്തിലാണ് അധികൃതരുടെ നടപടി. പ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ വർഷത്തെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളവും ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ലയും കരസ്ഥമാക്കി. തീരദേശത്തെ ചേർത്ത് പിടിച്ചതിന് ലഭിച്ച അംഗീകാരമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇനി മുതൽ ഒപി ടിക്കറ്റിന് പണം ഈടാക്കും. നേരത്തെ സൌജന്യമായിരുന്ന ഒപി ടിക്കറ്റിനാണ് നിരക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപി ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനാണ് ആശുപത്രി വികസന സമിതിയുടെ തീരുമാനം. ബിപിഎൽ വിഭാഗത്തെ നിരക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യാവസായിക സാമ്പത്തിക വളർച്ചാ മുനമ്പ് എന്നൊരു ബൃഹത് പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കമ്മീഷനിംഗിന് സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർഷിപ്പ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിന്റെ സാധ്യതകൾ കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ പ്രതി ജയചന്ദ്രൻ റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തത്. ഇയാളെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി.
കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്നത് അമ്പലപ്പുഴയിലായതിനാൽ നിയമ നടപടികൾക്ക് ശേഷം കേസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറും. രാജ്യതലസ്ഥാനത്തെ വായുമലിനീകരണം അങ്ങേയറ്റം ഗുരുതരമായ നിലയിലേക്ക് പോകവെ തലസ്ഥാനമായി ഡൽഹി തുടരണോ എന്ന ചോദ്യവുമായി തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഡൽഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മുൻനിർത്തിയുള്ള ചോദ്യവുമായി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ വിനോദ് താവ്ഡെയെ 5 കോടി രൂപയുമായി പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ പിടികൂടിയെന്ന് റിപ്പോർട്ട്. പൽഘാർ ജില്ലയിലെ വിരാറിലെ ഹോട്ടലിൽ വെച്ച് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരാണ് ബിജെപിയുടെ ദേശീയ നേതാവിനെ പിടികൂടിയത്. ഹോട്ടലിൽ ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരും ബിജെപി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. മഹാരാഷ്ട്രയിൽ ബിജെപി തോൽവി ഉറപ്പിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് കള്ളപ്പണം വിതരണം ചെയ്യാൻ ബിജെപി ഇറങ്ങിയതെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മഹാരാഷ്ട്ര AICC ഇൻചാർജുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. പരാജയ ഭീതി പൂണ്ട ബിജെപി സംസ്ഥാനമൊട്ടാകെ കള്ളപ്പണമൊഴുക്കി വോട്ട് വിലയ്ക്ക് വാങ്ങി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. NCP നേതാവും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ പങ്കാളിയായെന്ന് ബിജെപിയുടെ ആരോപണം. മഹാരാഷ്ട്രയിൽ പോളിംഗ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുൻ IPS ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം. അതേസമയം പോളിംഗിന് മുൻപ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ബിജെപി വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് സുപ്രിയ സുലെ വ്യക്തമാക്കി. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിലെ ഭാഷ ഹിന്ദി മാത്രമാക്കി മാറ്റിയതിൽ വ്യാപക പ്രതിഷേധം. വെബ്സൈറ്റിലെ മുഴുവൻ വിവരങ്ങളും ഹിന്ദിയിൽ മാത്രമാക്കി മാറ്റിയതാണ് ഹിന്ദി ഇതര ഉപയോക്താക്കളെ പ്രകോപിപ്പിച്ചത്. വെബ്സൈറ്റ് ഹിന്ദിയിലേക്ക് മാറിയത് സാങ്കേതിക പിഴവാണെന്ന വിശദീകരണവുമായി LIC അധികൃതർ രംഗത്തെത്തി. ബ്രസീലിൽ നടക്കുന്ന 9ാം G20 ഉച്ചകോടിക്കിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി S. ജയശങ്കർ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ മഞ്ഞൊരുക്കുന്നതിനിടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. കിഴക്കൻ ലഡാക്കിലെ സംഘർഷ കേന്ദ്രത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് ഇത്. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് നിർണായക നിർദ്ദേശങ്ങളുമായി ചൈന. ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. വിസ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ചൈനയുടെ മറ്റൊരു നിർദ്ദേശം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഈ വർഷം സന്ദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വക്താവ് അറിയിച്ചു. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാകും പുടിൻ ഇന്ത്യയിലെത്തുക. റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. റഷ്യ യുക്രൈൻ യുദ്ധം സംഘർഷഭരിതമായി തുടരുന്നതിനിടെ ആണവ നയങ്ങളിലെ പരിഷ്കാരത്തിന് അംഗീകാരം നൽകി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ റഷ്യയ്ക്കെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും സംയുക്ത ആക്രമണമായാണ് കണക്കാക്കുകയെന്ന് നയത്തിൽ വ്യക്തമാക്കുന്നു. ഇസ്രായേലിലെ ടെൽ അവീവിലെ ഒരു പടുകൂറ്റൻ മാളിന് സമീപത്ത് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വളരെ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ മാളിന് സമീപത്താണ് റോക്കറ്റ് പതിച്ചിരിക്കുന്നത്. മാളിന് സമീപത്തു നിന്നും വലിയ രീതിയിൽ പുകയുയരുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. യുക്രൈൻ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തിയതായി റഷ്യ. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈന് മേൽ ഏർപ്പെടുത്തിയ വിലക്ക് US നീക്കിയതിന് പിന്നാലെയാണ് US നിർമ്മിത ATACMS മിസൈൽ ആക്രമണം നടത്തിയത്. റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിലേക്ക് 6 മിസൈലുകൾ യുക്രൈൻ തൊടുത്തുവിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. 5 മിസൈലുകൾ ആക്രമിച്ച് തകർത്തുവെന്നും മറ്റൊന്ന് തകർന്നു വീണെന്നും റഷ്യ വ്യക്തമാക്കി.
തകർന്ന മിസൈലിന്റെ ഭാഗങ്ങൾ സൈനിക കേന്ദ്രത്തിനടുത്ത് പതിച്ച് തീപിടുത്തമുണ്ടായിയെന്നും ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്നും റഷ്യൻ വ്യോമ പ്രതിരോധ സേന അറിയിച്ചു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് അവതരിപ്പിച്ച സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ 6ാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. ഇതോടെ ലോകത്തിലെ തന്നെ ശക്തവും വലിപ്പവുമേറിയ റോക്കറ്റ് സംവിധാനമായ സ്റ്റാർഷിപ്പ് ബഹിരാകാശ രംഗത്ത് പുതിയ നേട്ടങ്ങൾ കുറിച്ചിരിക്കുകയാണ്. സ്പേസ് എക്സ് സ്ഥാപകൻ മസ്കിനൊപ്പം നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിക്ഷേപണത്തിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശം വാനോളമുയർത്തി ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി ലഭിച്ചതായാണ് സൂചന. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയേക്കും. മെസ്സി എത്തുന്നതിലും എഎഫ്ഐ അന്തിമ തീരുമാനം എടുക്കും. കേരളത്തിൽ 2 മത്സരങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. അർജന്റീന ദേശീയ ടീമും ഏഷ്യയിലെ പ്രമുഖ ടീമുമായും മത്സരത്തിന് സാധ്യതയുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.